കാസർഗോഡ് പെരിയയിൽ 2 ചെറുപ്പക്കാർ അതിദാരുണമായി കൊല്ലപ്പെട്ടിട്ട് ഒരാഴ്ച തികഞ്ഞു. അടിക്ക് തിരിച്ചടിയായി CPM ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനും 6 പേരും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന നിലയിൽ അന്വേഷണം ഇപ്പോഴും ഒതുങ്ങുകയാണ്. ശരത് ലാലിനെ മാത്രം ലക്ഷ്യമിട്ടെത്തിയവർക്ക് മുന്നിൽ കൃപേഷും അകപ്പെടുകയായിരുന്നുവെന്ന പോലീസ് നിഗമനത്തിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കൊല്ലപ്പെട്ടവരുടെ രക്ഷിതാക്കൾ MLAയ്ക്കും മുൻ MLAയ്ക്കുമെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നടത്തിയ കൊലവിളിയും പാർട്ടിയുടെ സമുന്നതനായ നേതാവും MP-യുമായ P. കരുണാകരൻ പ്രതിയുടെ വീട് സന്ദർശിച്ച് കുടുംബത്തെ ആശ്വസിപ്പിച്ചതും എന്ത് സന്ദേശമാണ് നൽകുന്നത്? CPM ഹാജരാക്കിയ 7 പേരിൽ അന്വേഷണം ഒതുക്കുന്ന ഈ ഒത്തുകളിക്കപ്പുറം നാളെ മുതൽ അന്വേഷണം തുടങ്ങുന്ന ക്രൈംബ്രാഞ്ചിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ്? കണ്ണൂർ രജിസ്ട്രേഷൻ ജീപ്പും കൊല്ലപ്പെട്ടവർക്കെതിരെ ഉണ്ടായ വധഭീഷണികളും ആവിയായി പോകുമ്പോൾ CBI അന്വേഷണത്തിനായി കോൺഗ്രസ് നിയമ നടപടിക്കൊരുങ്ങുകയാണ്. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ഈ ആവശ്യത്തിനൊപ്പം നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? ഇല്ലെങ്കിൽ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു, ഡമ്മി നാടകത്തിനോ ഇനി ക്രൈംബ്രാഞ്ച്? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, ആം ആദ്മി പാർട്ടി നേതാവ് CR നീലകണ്ഠൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. പെരിയ ഇരട്ട കൊലപാതകത്തിൽ നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് കോൺഗ്രസ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിയമ നടപടികളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കുടുംബാംഗങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് കോൺഗ്രസ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. കുടുംബാംഗങ്ങളുടെ, കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ആവശ്യം സംസ്ഥാന സർക്കാർ കേൾക്കുമോ? ഈ വിഷയത്തിൽ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരും അനുകൂലിക്കുമോ? അതല്ല എങ്കിൽ ഇപ്പോൾ ഡമ്മി നാടകത്തിന് വേണ്ടിയാണോ ഇനി നടക്കാൻ പോകുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ VPP മുസ്തഫ, കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. CBI അന്വേഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമാണ്, അവർ കോടതിയെ സമീപിക്കും. കോൺഗ്രസിനും ഈ ആവശ്യത്തെ അനുകൂലിച്ചേ പറ്റുകയുള്ളൂ. അവരും വ്യക്തമാക്കി കഴിഞ്ഞു നിയമ നടപടിയിലേക്ക് പോകുന്ന കാര്യം. ഈ ഘട്ടത്തിൽ ഇവരുടെ നിയമ നടപടിക്ക് സംസ്ഥാന സർക്കാർ പിന്തുണ നൽകുമോ? കോടതിയിൽ വരുമ്പോൾ അവിടെ സർക്കാരിൻ്റെ നിലപാടും ചോദിക്കുമല്ലോ കോടതി, അത് നിർണായകവുമാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലേക്കാൾ ഉപരിയായിട്ട് CBI അന്വേഷണം എന്ന ആവശ്യത്തെ അനുകൂലിക്കുവാൻ സർക്കാരിന് കഴിയുമോ? ഏത് രീതിയിലുള്ള അന്വേഷണവും പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നതിൽ CPIM സ്വാഗതം ചെയ്യുക. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ അക്രമ സംഭവത്തെ, ദൗർഭാഗ്യകരമായ കൊലപാതകത്തെ അത്രയേറെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനകം പോലീസ് കണ്ടെത്തിയിട്ടുള്ള പ്രതികളായ ആളുകൾക്കെതിരെ CPIM അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള അന്വേഷണം നടത്തുന്നതിനും CPIM എതിരല്ല. എന്നാൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകുമെന്ന് തോന്നുന്നില്ല. കാരണം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഭരണസ്ഥാപനമാണ്. കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ പോലീസിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പോലീസ് സംവിധാനം ഈ കേസിൽ ഇതുവരെ ഏറ്റവും സ്തുത്യർഹമായ നിലയിലുള്ള അന്വേഷണം നടന്നു വരുന്നുണ്ട്. മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുള്ള പ്രതികളെല്ലാം പിടികൂടാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മറ്റ് വിശദമായ അന്വേഷണങ്ങളിലേക്കും തെളിവെടുപ്പിലേക്കുമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രമാദമായ എത്രയോ കേസുകൾ കേരള പോലീസ് അന്വേഷിച്ച് പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ നടന്നതായിരുന്നു പെരുമ്പാവൂരിലെ ജിഷ കൊലപാതകം. അതിൽ ഉമ്മൻചാണ്ടിയുടെ പോലീസ് ഏതെല്ലാം തരത്തിലുള്ള നാടകമാണ് കളിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ചെരുപ്പും മാലയും ആളും ഒക്കെ കണ്ടതാണ്. എന്നാൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് മാസങ്ങൾ കൊണ്ട് പ്രതിയെ പിടികൂടാനും ഇപ്പോൾ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കഴിഞ്ഞു. കെവിൻ വധക്കേസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതുപോലെ CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തി ചർച്ച നടന്നതാണ്. അതിൽ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും വലിയ നിലയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചർച്ച നടന്നതാണ്. ആ കേസിൽ അന്വേഷണം നടത്തി കേസുകളുമായി ഒന്നും പെരിയ ഇരട്ട കൊലപാതകത്തെ ബന്ധിപ്പിക്കുവാൻ കഴിയുമോ എന്ന് താങ്കൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ശ്രീ VPP മുസ്തഫ, CPM നേരിട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ കേസിൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ താങ്കൾ തുടക്കത്തിൽ CPM ഏതുതരം അന്വേഷണത്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ശുഭസൂചനയായി തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് പറയേണ്ട പോലെ തന്നെ പറഞ്ഞു,
സർക്കാർ അങ്ങനെ ചെയ്യുമോ എന്ന കാര്യം അറിയില്ല. കാരണം പോലീസ് സംവിധാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CBI അന്വേഷണത്തെ അനുകൂലിക്കുവാൻ സർക്കാരിന് കഴിയില്ല എന്ന്. ഈ പോലീസ് അന്വേഷിച്ചാൽ എന്ത് കണ്ടെത്താനാണ്? ഇപ്പോൾ ലോക്കൽ പോലീസിന്റെ അന്വേഷണം കഴിയുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ മുതൽ ഏറ്റെടുക്കാൻ പോവുകയാണല്ലോ. കല്ല്യോട്ട് 17 ചുറ്റിക്കറങ്ങിയ കണ്ണൂർ രജിസ്ട്രേഷൻ ജീപ്പ് എവിടെ? ആവിയായി പോയി. കൊലപാതക സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ 3ാമത്തെ ഫോൺ അത് ആരുടെയോ ഒരു ഫോൺ വീണു പോയതാണ് എന്ന അന്വേഷണമാണ് ഇതുവരെ അത് അവസാനിപ്പിക്കുവാൻ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രാദേശിക നേതാക്കൾക്ക്, CPMന്റെ പ്രാദേശിക നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന രീതിയിലുള്ള ആരോപണം വരുന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നാണ്. അവർക്ക് വിശ്വാസമില്ല. അവരോടൊപ്പം നിൽക്കുവാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഒറ്റ സ്വരത്തിൽ തന്നെയാണ് എതിർത്തിട്ടുള്ളത്, അപലപിച്ചിട്ടുള്ളത് ഈ 2 കൊലപാതകങ്ങളെയും. അപ്പോൾ പിന്നെ സർക്കാരും പാർട്ടിയും 2 തട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ CBI അന്വേഷണത്തിന് വിടുമ്പോൾ. ജീപ്പിന്റെയും ഫോണിന്റെയും കാര്യമൊന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മാധ്യമങ്ങളും കോൺഗ്രസും തെളിക്കുന്ന രീതിയിൽ അന്വേഷണം നടക്കില്ല. മുഖ്യമന്ത്രി കാസർഗോഡ് വന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു തരത്തിലുമുള്ള പക്ഷഭേദമില്ല, കൃത്യമായ അന്വേഷണം നടക്കുമെന്നുള്ളതാണ്. ഇതുപോലെ മാധ്യമ സമ്മർദ്ദങ്ങളും പൊതുസമ്മർദ്ദവും വന്നിട്ടാണ് ഗവൺമെന്റ് തന്നെ അനുകൂലിച്ചിട്ട് കോടതിയിൽ കേസ് വന്നപ്പോൾ ജിഷ്ണു പ്രണോയ് വധക്കേസ്, കോളേജ് മാനേജ്മെന്റിന്റെ പീഡനം മൂലം മരിച്ച ജിഷ്ണു പ്രണോയ് വധക്കേസ് CBIക്ക് വിട്ടത്. എന്താണ് ഇപ്പൊ അതിന്റെ നിലപാട്? പിന്നെ എന്താകും ഈ കേസിന്റെ കാര്യമെന്ന് കോൺഗ്രസിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളെടുത്ത നിലപാട് എന്താ? മാതൃഭൂമി നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ഇപ്പൊ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരു ഗസ്റ്റായിട്ട് ഇരുത്തുന്ന നിങ്ങൾ ഇന്ന് മാതൃഭൂമി പത്രമെടുത്ത നിലപാടനുസരിച്ചിട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ജയ്ഷെ ഭീകരവാദിയാ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇങ്ങനെ ആളുകളെ മുഴുവൻ പാകിസ്ഥാൻ ഭീകരവാദിയും അതുപോലെ മറ്റു ആളുകളാക്കി ചിത്രീകരിച്ച് അവരെയൊക്കെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്ന് അത് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കും. കാരണം ഇപ്പൊ പാകിസ്ഥാൻ ആ വിഷയമല്ല ശ്രീ VPP മുസ്തഫ, അത് താങ്കൾ നടത്തിയ ഒരു കൊലവിളി പ്രസംഗത്തെ കുറിച്ചാണ്. ആ കൊലവിളി പ്രസംഗത്തെയും താങ്കൾ ന്യായീകരിക്കുകയാണോ? താങ്കൾ ഇന്ന് ഖേദം പ്രകടിപ്പിച്ചപ്പോൾ അതും ഒരു ശുഭസൂചനയായി തോന്നിയിരുന്നു. താങ്കൾ ഖേദം പ്രകടിപ്പിച്ചല്ലോ എന്ന്. ആ കൊലവിളി പ്രസംഗത്തിൽ നിസ്സാരമായ ഒരു കാര്യങ്ങളല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ ആ കൊലവിളി പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന്. അന്ന് ആ ഖേദപ്രകടനം വരുന്നതിന് മുൻപ് പൊതുസമൂഹം ഏത് രീതിയിലാണ് താങ്കളുടെ പ്രസംഗത്തെ കണ്ടത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ താങ്കൾ ഇന്ന് ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായത്. പിന്നെയും ഒരു കാർട്ടൂണിന്റെ പേരിൽ എന്തിനാണ് താങ്കൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ചർച്ചയെ വഴിതിരിച്ചു വിടുവാൻ ശ്രമിക്കുന്നത്? ആ കൊലവിളി പ്രസംഗം അത് അങ്ങനെ തന്നെയായിരുന്നു. അത് പൊതുസമൂഹം അംഗീകരിക്കാത്ത ഒന്ന് തന്നെയായിരുന്നു. അത് കൊലവിളി പ്രസംഗം അംഗീകരിക്കാത്തത് അതൊരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. ഞാൻ നടത്തിയത് മതപ്രസംഗമായിരുന്നില്ല. CPMന്റെ പൊതുയോഗത്തിൽ, പ്രതിഷേധ യോഗത്തിൽ ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. ആ രാഷ്ട്രീയ പ്രസംഗത്തിൽ ശരിയല്ലാത്ത പ്രയോഗം, പൊതു സമൂഹത്തിന് യോജിക്കാത്ത പ്രയോഗം വന്നു. അത് നിങ്ങളിൽ ചിലർ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അത് ഉൾക്കൊണ്ടു. പക്ഷേ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന മാതൃഭൂമിയുടെ സൺഡേ സ്ട്രോക്സിൽ ഇന്ന് വന്നത് രാഷ്ട്രീയ വിമർശനമാണോ? രാഷ്ട്രീയ പ്രസംഗത്തോട് നടത്തേണ്ട രാഷ്ട്രീയ വിമർശനത്തിനു പകരം കമ്മ്യൂണിസ്റ്റായ എന്റെ പേരിന്റെ പിറകിലെ മതപരമായ സ്വത്വത്തെ അന്വേഷിച്ചു പോയിട്ട് എന്നെ പാകിസ്ഥാൻ ഭീകരവാദിയായി ചിത്രീകരിക്കുന്നത് ഞാൻ നടത്തിയ പ്രസംഗത്തെക്കാൾ വലിയ പ്രകോപനമല്ലേ? എനിക്ക് തോന്നുന്നില്ല മതപരമായ എന്ത് തരത്തിലുള്ള അല്ലല്ല മതപരമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള എന്ത് വ്യാഖ്യാനമാണ് ആ കാർട്ടൂണിലുള്ളതെന്ന് അതുപോലും താങ്കൾക്ക് സംയമനത്തോടുകൂടി അല്ലാതെ സഹിഷ്ണുതയോടുകൂടി കാണുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് താങ്കളുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. താങ്കൾ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ താങ്കൾ അതിൽ ഉറച്ചു നിന്ന് പറഞ്ഞുകൊള്ളുക. ആ കാർട്ടൂണിന്റെ കാര്യമാണെങ്കിൽ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന രീതിയിൽ അതിനെ എടുക്കുക. അതിനെനിക്ക് മറ്റു മറുപടികൾ നൽകാനില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തെന്നിമാറിയാണ് താങ്കൾ ഈ വിഷയത്തിലേക്ക് വന്നത്. അത് കൊലവിളി പ്രസംഗം തന്നെയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. CBI അന്വേഷണത്തെ അനുകൂലിക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? CPMന് കഴിയുന്നു എന്ന് വലിയ വായിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സർക്കാരിന് കഴിഞ്ഞാലേ കാര്യമുള്ളൂ. മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, എങ്ങനെ സർക്കാരിന് കഴിയും? ഇന്നലെ പാർട്ടിയുടെ സമുന്നത നേതാവായ P. കരുണാകരൻ MP ആണ് പ്രതിയുടെ വീട്ടിൽ പോയി പ്രതിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തു കൂടി ഞങ്ങൾ ഏതുതരം അന്വേഷണത്തിനും തയ്യാറാണെന്ന് പറയുകയും മറുവശത്തു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയുമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പറയുന്നത്. ശ്രീ VPP മുസ്തഫ. പൊതുസമൂഹത്തിന് കേരളത്തിലെ കഴിഞ്ഞ 1000 ദിവസത്തെ പോലീസ് ഭരണത്തെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 1000 ദിവസത്തിനിടയിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും ഉയർത്തിക്കൊണ്ടുവന്ന എത്രയോ പ്രമാദമായ
കേസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കെവിൻ കേസായാലും ജിഷ്ണു പ്രണയ് കേസായാലും ജിഷാവധ കേസായാലും ഇങ്ങനെ തുടങ്ങി CPM തന്നെ പ്രതിസ്ഥാനത്ത് വന്ന രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ ഈ കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് CPM-കാരായ പ്രതികളെ ഉൾപ്പെടെ മറ്റ് കൃത്യമായി കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയ പ്രതികളെ എല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഴയ കാലത്തെ പോലെയല്ല ഈ കഴിഞ്ഞ 1000 ദിവസമായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനവും ഭരണവും ഉള്ളത്. അതുകൊണ്ടാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സ്വയം അതിന്റെ അന്വേഷണ സംവിധാനത്തെ തള്ളിപ്പറയേണ്ട കാര്യം വരാത്തത്. തീർച്ചയായിട്ടും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളോ കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സമീപനം വേണം എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ആലോചിച്ച് പറയും. ഇപ്പൊ എനിക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ല, അത് പറയാൻ കഴിയില്ല. പക്ഷെ താങ്കൾ പറയുന്നത് എന്താ? ഞങ്ങളെല്ലാം വലിയ അസഹിഷ്ണുതയുള്ളവരും ഞങ്ങൾ വലിയ നിലയിൽ കൊലപാതകളെ സംരക്ഷിക്കുന്നവരും. പക്ഷെ താങ്കളുടെ പത്രം ഇന്ന് എടുത്ത നിലപാട് ശരിയാണോ? അത് പറ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 27 വർഷക്കാലമായിട്ട് ഒരു സെക്കുലർ ജീവിതം നയിക്കുന്നയാളാണ്. ഞാൻ ഏതെങ്കിലും മതചിന്തയുടെയോ ജാതി ചിന്തയുടെയോ സമുദായ താങ്കൾ വീണ്ടും ആ വിഷയത്തിലേക്ക് വരികയാണ് ശ്രീ VPP മുസ്തഫ. താങ്കൾ നടത്തിയ കൊലവിളി മാത്രമാണ് അതിന് ആധാരമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനല്ല കാർട്ടൂൺ വരച്ചത്. താങ്കൾ നടത്തിയ കൊലവിളി പ്രസംഗം മാത്രമാണ് അതിന് ആധാരമായത്. താങ്കൾക്കും പിന്നീട് മനസ്സിലാവുകയുണ്ടായി അതൊരു കൊലവിളി പ്രസംഗമാണെന്ന്. അതുകൊണ്ടാണ് താങ്കൾ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായത്. പിന്നെയും അതിനെ മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കളുടെ അസഹിഷ്ണുതയാണോ, താങ്കൾക്കെതിരെ അങ്ങനെ ഒരു പരാമർശം വന്നതിൽ താങ്കൾക്കുണ്ടായ ബുദ്ധിമുട്ട് കാരണമാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചർച്ച ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ശ്രീ ഡീൻ കുര്യാക്കോസ്, എന്തുകൊണ്ടാണ് CBI അന്വേഷണം വേണം എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്? കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഈ നിലപാടെടുത്തു എന്നതുകൊണ്ട് മാത്രമാണോ? അല്ല, ഈ VPP മുസ്തഫയൊക്കെ ഇവിടെ വന്ന് ചാനൽ ചർച്ച നടത്തുകയല്ലേ. പിന്നെ ഞങ്ങൾ CBI അന്വേഷണം അല്ലാതെ പിന്നെ എന്താ ആവശ്യപ്പെടേണ്ടത്? എന്താ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പ്രസക്തി? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ മഞ്ജുഷേ. ഈ VPP മുസ്തഫ ഇയാളാണല്ലോ അവിടെ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ആദ്യമായി പൊതുസമൂഹത്തോട് കാര്യങ്ങൾ അറിയിച്ചത്. മുസ്തഫ പറഞ്ഞതിനപ്പുറത്തൊന്നും നടന്നിട്ടുമില്ലല്ലോ. മുസ്തഫയ്ക്കാണല്ലോ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാവുന്നത്. ഇവിടെ ഇപ്പോൾ വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ്. എന്തൊരു അപമാനമാണ്! കേരളീയ സമൂഹം അപമാനിച്ച് തല താഴ്ത്തുകയാണ്. ഇദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് ന്യായീകരണം നടത്തുന്നത്? അവിടെ ആ കൊലപാതകം മുഴുവൻ ആസൂത്രണം ചെയ്തത് മുഴുവൻ A to Z മുഴുവൻ കാര്യങ്ങളും ഈ മുസ്തഫയ്ക്ക് അറിയാമല്ലോ. ഇവിടെ അന്തസ്സുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ ആദ്യം ഇയാളെയല്ലേ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടത്? ഇദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യണ്ടേ? ഇദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്? ഇദ്ദേഹം പറഞ്ഞ എന്ത് കാര്യം നടക്കാതെ പോയിട്ടുള്ളത്? അവിടെ അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗം ഡീൻ താങ്കൾ കേട്ടോ എന്നറിയില്ല. താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രസംഗം ഞാൻ നടത്തിയതാണ് എന്നാണ്. പിന്നീട് അദ്ദേഹം മറ്റാരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിനെ മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാർട്ടൂണിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംസാരം പോകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എന്ത് ഖേദമാണ് മഞ്ജുഷേ? എന്തിനാണ് ഖേദം പ്രകടിപ്പിക്കുന്നത്? അദ്ദേഹത്തെ പിടിച്ച് അകത്തിടുക അല്ലേ വേണ്ടത്? കാരണം അദ്ദേഹം പറഞ്ഞ എന്ത് കാര്യമാണ് അവിടെ നടക്കാത്തത്? അദ്ദേഹം പറഞ്ഞ അക്ഷരം പ്രതി മുഴുവൻ കാര്യങ്ങൾ നടന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ പറയുക, ഞങ്ങൾക്കെതിരെ നിന്നാൽ അദ്ദേഹം പോലീസിനോടും ഒരേപോലെ പറഞ്ഞു, പോലീസുകാരോട് പറഞ്ഞു, കോൺഗ്രസ്സുകാരോട് പോയി പറഞ്ഞുകൊള്ളുക. എന്താണ് പറയേണ്ടത്? അവിടെ ശവം പോലും ബാക്കി വെക്കാതെ ചിതറിച്ച് കളയും ആ എതിരെ നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേപടി സംഭവിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളെ മുഴുവൻ പിടിച്ചുപോലും. പ്രതി എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രതിയായി ഇവിടെ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യേണ്ട ആളാണ് ഈ മുസ്തഫയാണല്ലോ. എന്നിട്ട് ഇവിടെ എന്താ പറയുക, ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഈ അന്വേഷണത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി ഇവിടെ വന്നിരുന്ന് ചാനൽ ചർച്ച നടത്തുകയാണ്. ഇവിടെ ഫാസിസ്റ്റുകളുടെ പ്രതിരൂപമായി എന്ന് വെച്ചാൽ രക്തമൂറ്റി കുടിക്കുന്ന രക്തരക്ഷസുകളായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാറുമ്പോൾ പിണറായി വിജയൻ അതിൻ്റെ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ, കോടിയേരി ബാലകൃഷ്ണൻ 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ, കാസർഗോഡ് ജില്ലയിൽ 1ാമത് നിൽക്കുന്ന ഒരാളാണ് ഈ മുസ്തഫ. എന്നിട്ട് വന്നു നിന്ന് ഗിരിപ്രഭാഷണം നടത്തുകയാണ്. ഇത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ശ്രീ ഡീൻ കുര്യാക്കോസ്, ഒരു കാര്യം കൂടി. ഇപ്പോൾ 8 പേരാണല്ലോ 8 പേരെയാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. 7 പേരെ പിടികൂടിയിരിക്കുന്നു. ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു CITU പ്രവർത്തകനാണ് ഈ 8ാമത്തെ ആൾ. ഇതിനപ്പുറം പ്രാദേശിക നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് വരുന്നു. അതുപോലെ തന്നെ മുൻ MLA KV കുഞ്ഞിരാമൻ, ഇപ്പോഴത്തെ പുതുമ MLA K കുഞ്ഞിരാമൻ, ഇവർക്ക് പങ്കാളിത്തമുണ്ട് എന്ന രീതിയിലുള്ള ആക്ഷേപം വരുന്നു. ഇവരെ ഒന്നും ചോദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണത്തെ പറ്റി എന്തെങ്കിലും തെളിവ് ശേഖരിക്കാനോ ലോക്കൽ പോലീസ് തയ്യാറാകുന്നില്ല. അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമ്പോൾ തയ്യാറാകും എന്ന് താങ്കൾ കരുതുന്നില്ലല്ലോ? എന്തായാലും പൊതുസമൂഹവും അങ്ങനെ കരുതുന്നില്ല. ഇതിനിടയ്ക്ക് VPP മുസ്തഫയുടെ ഇടപെടൽ താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? ഈ കൊലവിളി പ്രസംഗം
തല ചിതറിച്ച് കളയും എന്ന് പറഞ്ഞ് ആ പ്രസംഗത്തിന്റെ പേരിൽ മുസ്തഫയെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു എന്നാണോ? തീർച്ചയായും. അതായത് ഞാൻ പറയാം, അതായത് അവിടെ ഈ കൊലപാതകത്തിൽ പീതാംബരൻ മാത്രമല്ല പ്രതി. പീതാംബരനേക്കാൾ വലിയ വലിയ നേതാക്കന്മാർ ഉൾപ്പെടെ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തിയതിന് ശേഷമാണ് ഈ കൃത്യം നിറവേറ്റപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സാഹചര്യ തെളിവുകളെ സംബന്ധിച്ചൊക്കെ ഞാൻ ഈ ചർച്ചയിൽ വരുന്നതിന് മുമ്പേ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോണിനെ സംബന്ധിച്ചും അതുപോലെ വാഹനം ഇതുവരെ കണ്ടെടുക്കാത്തതിനെ സംബന്ധിച്ചും ഒക്കെ സൂചിപ്പിച്ചു. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അതായത് ഇവിടെ ഈ കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പേ ഈ മുസ്തഫയുടെ കൊലവിളി പ്രസംഗം നടന്നതിന് ശേഷം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ലോക്കൽ MLA ഉൾപ്പെടെയുള്ള ആളുകളെ സമീപിച്ച് ഇനിയൊരു സംഘർഷം അവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ സ്വീകരിക്കണം, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടും അവിടെ ഒരു കോംപ്രമൈസിന് ശ്രമിക്കാതെ ഈ കുറ്റകൃത്യത്തിലേക്ക്, ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ അവിടെ ലോക്കൽ MLA ഉൾപ്പെടെ CPIM-ന്റെ മുഴുവൻ നേതാക്കന്മാരും കൂട്ടുനിൽക്കുകയായിരുന്നു. പോലീസിന് പരാതി കൊടുത്തിരുന്നു. അവിടെയുള്ള പോലീസ് പൂർണ്ണമായും കിട്ടിയ പരാതി മൂടിവെച്ചു എന്നുള്ളതല്ലാതെ അവിടെ ഒരു കോംപ്രമൈസിന് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ മറ്റൊരു അക്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല. ഇത് കൊലപാതകം നടക്കുന്നതിന് മുമ്പുള്ള സംഭവം. കൊലപാതകം നടന്നതിന് ശേഷം പ്രതികൾ രക്ഷപ്പെട്ട മുഴുവൻ വഴികളിലും അവർക്ക് സംരക്ഷണ കവചമൊരുക്കിയത് അവിടുത്തെ മുഴുവൻ CPM നേതൃത്വം ഒരുമിച്ചായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ പാർട്ടി കേന്ദ്രങ്ങളിലൂടെയായിരുന്നു അവർ രക്ഷപ്പെട്ടു പോയത്. രാവണീശ്വരം എന്ന് പറയുന്ന ഒരു കേന്ദ്രം, അതുപോലെ വെളുത്തേളി എന്ന് പറയുന്ന മറ്റൊരു കേന്ദ്രം, അവിടെ നിന്നും ചട്ടഞ്ചാലിലെ ഏരിയ കമ്മിറ്റി ഓഫീസ്. ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇത്രയും പ്രമാദമായ ഒരു കൊലക്കേസിലെ പ്രതികൾ താമസിക്കണമെങ്കിൽ സ്വാഭാവികമായും ഏരിയ സെക്രട്ടറി അറിഞ്ഞിരിക്കണം. ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ CPM-ലെ ഒരു ചെറിയ ഒരു നേതാവല്ല. അദ്ദേഹത്തിന് ഉള്ള സ്വാധീനം എത്രമാത്രം ഉണ്ട് എന്ന് ഈ പാർട്ടിയെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം. ലോക്കൽ MLA ആയിട്ടുള്ള ശ്രീ കുഞ്ഞിരാമൻ ഇതിൽ ആദ്യം മുതലേ തുടക്കത്തിൽ, എന്ന് വെച്ചാൽ ഈ കുറ്റകൃത്യം നടക്കുന്ന ആ സമയം, അതിനു മുമ്പ്, അതിനുശേഷം എല്ലാ കാര്യത്തിലും ഒരു അദൃശ്യ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പ്രതികളെ സംരക്ഷിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപം നിലനിൽക്കുകയാണ്. പിന്നെ പീതാംബരൻ പറഞ്ഞ മൊഴി, പീതാംബരൻ എന്താ പറയുക, ലഹരി പദാർത്ഥം കഴിച്ച് അബോധാവസ്ഥയിൽ ചെയ്ത കുറ്റം എന്ന് അദ്ദേഹം സ്വയം പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൈ ഒടിഞ്ഞതാണ് എന്ന് അവകാശപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു തുരുമ്പ് പിടിച്ച വാള് ആദ്യം പ്രദർശിപ്പിക്കുന്നു. പിന്നീടാണ് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടാക്കുമ്പോൾ വേറൊരു വടിവാൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കണ്ടെടുത്തു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സർവത്ര ദുരൂഹതയാണ്. പിന്നെ ആ സംഭവം നടന്ന അന്നത്തെ ദിവസം ഒരൊറ്റ CPM നേതാക്കന്മാർ പോലും ആ ലോക്കലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾ അവിടെ നിന്ന് അപ്രത്യക്ഷരാകുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇതിനെ സംബന്ധിച്ച് മുന്നറിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രദേശത്ത് CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും ഈ കൊലപാതകം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആസൂത്രിതമായി മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് നടപ്പിലാക്കിയ ഒരു കൊടും ക്രൂരകൃത്യമാണ്. എന്നിട്ട് ഇപ്പോൾ അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ഞാൻ പറയട്ടെ, ശ്രീജിത്തിനെ അന്വേഷണം ഏൽപ്പിക്കുകയാണ്. ആ ശ്രീജിത്തിനെ പകരം ഈ മുസ്തഫയെ ഏൽപ്പിച്ചാൽ മതി, ഒരു വ്യത്യാസമില്ല. CPM നേതൃത്വത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് അവർ ആവശ്യപ്പെടുന്ന റിപ്പോർട്ട് എഴുതി കൊടുക്കുന്ന ശ്രീജിത്തിനെ അന്വേഷണ ഉദ്യോഗസ്ഥനാക്കി വെച്ചുകൊണ്ട് ഇവിടെ അടുത്ത ദിവസം മുതൽ പുതിയൊരു അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ്. ഇത് ആരെ ബോധിപ്പിക്കാനാണ്? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഈ നാട്ടിൽ തെളിയിക്കാൻ പാടില്ല എന്നുകൂടി അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ നടക്കുന്ന ലോക്കൽ പോലീസിന്റെ അന്വേഷണം, ഇനി നടക്കാൻ പോകുന്ന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം, ഇത് രണ്ടും കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണോ? CBI തന്നെ വരണമെന്നാണോ? ഈ CBIക്ക് കൊമ്പുണ്ടോ? ഈ CBI അന്വേഷിച്ച കേസുകളിൽ എത്രമാത്രം പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും അറിയാവുന്നതാണല്ലോ. മാത്രമല്ല സമീപകാലത്ത് CBIക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും CPM-ന് ഇത് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കാൻ പറ്റുന്നതാണ്. CBIയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ വൈര്യം തീർക്കും, അവിടെ CPM-ന്റെ നേതാക്കളെ പോലും പ്രതികളാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന്. ഏറ്റവും ഒടുവിൽ അരിൽ ഷുക്കൂർ വധക്കേസിൽ ആ രീതിയിലുള്ള പ്രതിരോധമാണല്ലോ CPM തീർക്കുന്നത്. അല്ല, ഇവിടെ ഒരു കാര്യം, ഞാൻ കേരള പോലീസിനെ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. കേരള പോലീസ് സ്വതന്ത്രമായി വിട്ടാൽ CBIയേക്കാൾ മെച്ചപ്പെട്ട അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴായാലും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴായാലും ഇനി വേറെ ആരെങ്കിലും ഭരിക്കുമ്പോഴായാലും ഒരു തർക്കം അക്കാര്യത്തിലില്ല. പക്ഷേ സ്വതന്ത്രമായിരിക്കണം. നേരത്തെ മുസ്തഫ പറഞ്ഞു 1000 ദിവസത്തെ, ഞാൻ 1000 ദിവസത്തെ കണക്കിലേക്കൊന്നും പോകുന്നില്ല. അതിൻ്റെ റെക്കോർഡ് നമ്മുടെ കയ്യിൽ പല റെക്കോർഡുകളും ഉണ്ട്. പ്രശ്നം അതല്ല. ഇതുവരെ ഉള്ള പാർട്ടി പ്രതിയായ ഏതെങ്കിലും പാർട്ടികൾ, പ്രത്യേകിച്ചും CPM ഭരിക്കുമ്പോൾ
അവർ പ്രതിയായ കേസുകളിൽ എങ്ങനെയാണ് അന്വേഷണം നടന്നിട്ടുള്ളത്? ഇപ്പോഴവർക്ക് മാറ്റമുണ്ടാകുന്നു, ഞങ്ങൾ കൊലപാതകത്തെ തള്ളിപ്പറയുന്നു എന്നൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയുമ്പോൾ അത് വെള്ളം തൊടാതെ അതങ്ങ് വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമോ, പൊതുസമൂഹത്തിന് കഴിയുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ ഏറ്റവും വിശ്വാസ്യത പറയേണ്ടത് മരിച്ച കുടുംബത്തിലെ അവരാണ്. അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്സാണ്. കോൺഗ്രസിനും അവരുടെ കുടുംബത്തിനും അത് വിശ്വാസമില്ലെങ്കിൽ, നേരത്തെ മുസ്തഫ തുടക്കത്തിൽ പറഞ്ഞ നല്ല കാര്യം ഞാൻ ആവർത്തിക്കുന്നു, CPM ഇത് ആർക്ക് വിടുന്നതിനും വിരോധമില്ല. CPM മാത്രം പോരാ, CPM നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി സഖാവ് പിണറായി വിജയനുള്ള സർക്കാരിനും അതുണ്ടെങ്കിൽ മാത്രമേ CPM വിരോധമില്ല എന്ന വാദം നിലനിൽക്കൂ. മൂന്നാമത്തെ കാര്യം, നേരത്തെ ഡീൻ പറഞ്ഞതുപോലെ നിരവധി സാഹചര്യങ്ങൾ നിലവിൽ നിൽക്കുന്നു. ഈ കേസിൽ ഇപ്പം ശ്രീ മുസ്തഫയുടെ പ്രസംഗത്തിൻ്റെ കൊലവിളിയൊക്കെ അവിടെ നിൽക്കട്ടെ, മറ്റ് നിരവധി സാഹചര്യങ്ങളിൽ ഒരു സംഘർഷം അവിടെയുണ്ട്. 2 വിലപ്പെട്ട ജീവനുകൾ സംരക്ഷിക്കാൻ പോലീസ് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന സംശയം അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം അവിടുത്തെ ഉണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ നേരത്തെ ഇതിൽ നമുക്കൊക്കെ അറിയാം, ഈ പ്രതികൾ, ഈ പിടിക്കപ്പെട്ട പ്രതികൾ സാധാരണ പാർട്ടി കേസുകളിൽ പറയുന്നത് പാർട്ടിയാണ് പ്രതികളെ കൊടുക്കുക എന്നാണ്. പാർട്ടികൾ, ഞാൻ പാർട്ടി എന്ന് പറഞ്ഞാൽ CPM മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പാർട്ടികൾ കൊടുക്കുന്ന പ്രതികളെ വെച്ച് കേസ് ചാർജ് ചെയ്യാണ്. അത്തരത്തിൽ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് സ്വതന്ത്രമായി പോലീസ് അന്വേഷിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതുവരെ ഈ കേസിലില്ല. നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, സാഹചര്യ തെളിവടക്കം എല്ലാം അടക്കം, അതിനപ്പുറത്തേക്ക്, പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് ഇത് സത്യസന്ധമായി അന്വേഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം MLA മാരുടെ കാര്യത്തിൽ ഗൂഢാലോചന പ്രശ്നമായാലും ശ്രീ മുസ്തഫയുടെ പ്രസംഗം വേണമെന്ന് ഡീൻ പറയുന്നു, അത് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും ഇവർക്ക് അവിടെ ഒരു സംഘർഷം തുടരാനുണ്ടായിരുന്നു. ന്യായമായിട്ടായിരുന്നെങ്കിൽ പീതാംബരൻ പാർട്ടിയിൽ പോയി പരാതി പറഞ്ഞു എന്നാണ് പറയണേ. പാർട്ടിയിൽ പരാതി പറഞ്ഞാൽ പാർട്ടിയാണ് ചെയ്യേണ്ടത്. പീതാംബരനെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നമ്മൾ നേരിടും എന്ന് പാർട്ടി പറയേണ്ടതിന് പകരം അതിനൊന്നും ചെയ്തില്ല. അതിൻ്റെ ഭാഗമായുള്ള സംഘർഷം തടഞ്ഞില്ല. ഇത് പറയുമ്പോൾ ഇനി CBIയുടെ വിശ്വാസ്യതയിലേക്ക് വരാം. ശരിയാണ്, CBIയുടെ വിശ്വാസ്യതയെക്കുറിച്ചൊന്നും ആർക്കും അത്ര വലിയൊരു ഉറപ്പൊന്നുള്ള ആളല്ല. ഞാൻ CBIയെ നന്നായി വിമർശിക്കുന്ന ആളാണ്. പക്ഷേ CBI വിശ്വാസ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് ഇവർക്ക് വിശ്വാസം CBI ആണെങ്കിൽ എന്തുകൊണ്ട് CBIക്ക് വിട്ടുകൂടാ? അപ്പം അതിനെ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിയാവും എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ രാഷ്ട്രീയമുള്ളത്. അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയൊക്കെ CBI എന്തൊക്കെ തെറ്റ് ചെയ്താലും കോടതിയിൽ ഈ കേസ് ജയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരാളെ കള്ളക്കേസിൽ കുടുക്കിയാൽ അത് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും CPM-നുണ്ട്. അവർക്ക് വക്കീലന്മാരുണ്ട്, പണമുണ്ട്, എല്ലാ സംഗതികളും ഉണ്ട്. ഒരു നിസ്സഹായരായ ആളുകളൊന്നുമല്ലല്ലോ CPM കേരളത്തിൽ. അതുകൊണ്ട് പിന്നെ ഏറ്റവും ഒടുവിൽ നേരത്തെ മഞ്ജുഷ് പറഞ്ഞൊരു പ്രധാന കാര്യം, പ്രതിയുടെ വീട്ടിൽ പോകുന്ന MP പ്രതിയുടെ വീട്ടിൽ പോയി ആശ്വാസം നൽകുന്നു. പ്രതിയുടെ ഭാര്യ കാലത്തൊന്ന് പറയുന്നു, വൈകുന്നേരം ഒന്ന് പറയുന്നു. പ്രതി അതിനനുസരിച്ച് പാർട്ടിയുടെ ഉറപ്പനുസരിച്ച് പ്രതിയുടെ ഭാര്യ അമ്മയൊക്കെ നിലപാട് മാറ്റുന്നു. ആ നിലപാട് വളരെ നിർണായകമാണ് ഈ കേസിൽ. അത് ഈ കേസിനെ ദുർബലപ്പെടുത്തും. കാരണം ഈ കേസിൻ്റെ പിന്നിൽ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ ദുർബലപ്പെടുത്തുമെന്ന് ഒരാൾ പറഞ്ഞാൽ അതിൽ അവിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് CPM സത്യസന്ധമാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്ത രീതിയിലല്ല ഇനി ചെയ്യാൻ പോകുന്നെങ്കിൽ, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പാർട്ടി കേസുകളിലും നീലകണ്ഠൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇക്കാര്യം പറഞ്ഞതാണ്, ഇക്കാര്യത്തിൽ ഒരു സംരക്ഷണവും ഉണ്ടാവുകയില്ല എന്ന്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളും ആ രീതിയിൽ തന്നെയാണല്ലോ. താങ്കൾ ഇന്നലെയും ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് ഇക്കാര്യം. ശുഭസൂചകമായ കാര്യങ്ങളാണ് രണ്ടുപേരും പറയുന്നതെന്ന്. അല്ല, ഞാൻ ശുഭസൂചകമാണ് വർത്തമാനമെങ്കിലും പ്രവൃത്തിയിൽ അത് ഉണ്ടാകുമെന്ന ഉറപ്പ് വേണ്ടേ? നാളിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല മാറ്റമാണ് ചെയ്യുന്നത് എങ്കിൽ അത് പ്രവൃത്തിയിൽ കാണണം. ഇപ്പം നേരത്തെ പറഞ്ഞു, ഈ പീതാംബരൻ ഒടിഞ്ഞ കയ്യും വെച്ച് ഇവരെ കൊന്ന ആളുകളാണ്, ഇവരെ രണ്ടുപേരെയും കൊന്നത് പീതാംബരനും ഏതോ 2 ആളുകളും കൂടിയാണ്, പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം കാസർഗോഡെയും കണ്ണൂരെയും പാർട്ടി സംവിധാനങ്ങൾ ഒരുവിധം അറിയാവുന്ന ആളുകളാണെങ്കിൽ അവർക്കറിയാം ഇത് പീതാംബരന് പറ്റിയ ഒരു മിസ്റ്റേക്കോ അയാൾ കഞ്ചാവ് അടിച്ചിട്ട് ചെയ്ത ഒരു, അല്ലെങ്കിൽ ലഹരി മരുന്ന് അടിച്ച് ചെയ്ത ഒരു കാര്യമാണോ എന്ന് അല്ല എന്ന് പൊതുസമൂഹം വിശ്വസിക്കുമ്പോൾ, അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഏത് സ്വതന്ത്ര അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഗവൺമെൻറ് പറയേണ്ടത്.
എന്നാണ് പാർട്ടി പക്ഷേ പറയുന്നത്. അവിടെ പാർട്ടിക്കുള്ള അതാണ് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിനുള്ള അവരുടെ വാക്കുകൾ അവിടെ സർക്കാരിനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ VPP മുസ്തഫ പറഞ്ഞതാണ്. കേരള പോലീസ് സംവിധാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വേണം CBI അന്വേഷണത്തിലേക്ക് പോകുവാൻ എന്ന്. ഏത് കേസുകൾ വരുമ്പോഴും ഇതേ നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിക്കുന്നതാണല്ലോ. അല്ല, അവിടെ കുറച്ച് അതിര് കടന്ന് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പൊ ജിഷ്ണു പ്രണോയിയുടെ കേസിൽ നേരത്തെ മുസ്തഫ തന്നെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് CBIക്ക് വിടാൻ സർക്കാർ തയ്യാറായത്? അതേ നിലപാട് മഹിജ ആവശ്യപ്പെട്ടപ്പോൾ ജിഷ്ണു പ്രണോയിയുടെ കേസ് വിടാൻ തീരുമാനിച്ചതുപോലെ കൃപേഷിൻ്റെയും ശരത്തിൻ്റെയും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ ഈ കേസും വിട്ടുകൊണ്ട് ഞങ്ങൾക്കിതാ ഇതിൽ ഒന്നും ഒളിക്കാനില്ല എന്ന് പറയാൻ തയ്യാറായാൽ മാത്രമേ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പ്രസ്താവനയെ ഞാൻ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും, അതിൻ്റെ വാക്കുകളിൽ മാത്രമല്ല അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയൂ. കാരണം അതൊരു മാറ്റമാണെങ്കിൽ ആ മാറ്റത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്നു, മാറ്റം വാക്കിൽ പോരാ, മാറ്റം പ്രവൃത്തിയിൽ കൂടി ഉണ്ട് എന്ന് പൊതുസമൂഹത്തിനെ, അതിൻ്റെ കുടുംബത്തെ, അവരുടെ പാർട്ടിയെ വിശ്വസിപ്പിക്കാൻ CPM-ന് കഴിയണം. അല്ലെങ്കിൽ ഇത് വെറും സംസാരം മാത്രമാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനൊരു നിലപാടെടുത്തു, ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിക്കോളാം, ഭരണം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന രൂപത്തിലേ ജനങ്ങൾ വിശ്വസിക്കൂ. ശരി, ശ്രീ VPP മുസ്തഫ, ഏറ്റവും ഒടുവിൽ CPM-ന്റെ നേതാക്കൾ പ്രതിയുടെ വീട്ടിൽ പോയതാണ് പ്രശ്നമായത്. അതെങ്കിലും ഒഴിവാക്കാവുന്നതായിരുന്നുവല്ലോ. ഇനിയും ഇത്തരത്തിൽ പ്രതിയുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും CR ഉന്നയിച്ച് ചോദ്യം വരും. പിന്നെ ഇവിടെ ഡീൻ കുര്യാക്കോസ് പറഞ്ഞ കാര്യം താങ്കളെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ താങ്കൾക്കെതിരെ അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഡീൻ കുര്യാക്കോസ് അദ്ദേഹം കാസർഗോഡ് പോയി, അവിടെ യുവാക്കളുടെ വീട്ടിൽ പോയി, യുവാക്കളുടെ കുടുംബത്തെ സന്ദർശിച്ച് അവരുടെ അഭിപ്രായവും എല്ലാം കേട്ടതിന് ശേഷം, അവരുടെ കണ്ണീര് കണ്ടതിന് ശേഷം വന്നയാളാണ്. അതുകൊണ്ട് വികാരപരമായ രീതിയിൽ തന്നെ ഡീൻ കുര്യാക്കോസ് സംസാരിക്കുകയും ചെയ്തു. താങ്കൾ ആ കൊലവിളി പ്രസംഗം നടത്തിയത് അതും ഉദാഹരിച്ചുകൊണ്ടാണ് ഡീനിന്റെ വാക്കുകൾ താങ്കൾക്കെതിരെയും വന്നത്. അതെ, നിങ്ങൾ 3 പേരും ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടതുണ്ട്. അതിനുള്ള സഹിഷ്ണുത താങ്കൾ കാണിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ നേരത്തെ താങ്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി വരാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അസഹിഷ്ണുത കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുക്കുന്ന ചർച്ച മാറ്റുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ 10 മിനിറ്റോളം താങ്കൾക്ക് സംസാരിക്കുവാൻ അവസരം തന്നിട്ട് മറ്റാളുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെ അസഹിഷ്ണുത എന്നിൽ ആരോപിക്കാൻ പറ്റും? 10 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ സമയം താങ്കൾക്ക് സംസാരിക്കാൻ സമയം നൽകിയതാണ് ആദ്യം. എന്നിട്ടും അസഹിഷ്ണുത ആരോപിക്കുകയാണ്. ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ എന്നെ ഞാൻ അസഹിഷ്ണുത കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാനൊരു അസഹിഷ്ണുതയും കാണിച്ചിട്ടില്ല. നിങ്ങളും നിങ്ങളുടെ പത്രവുമാണ് ഇന്ന് അസഹിഷ്ണുത കാണിച്ചത്. പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. 2, ഞങ്ങൾ എന്താ പറയുന്നത്, ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. കേരളത്തിൽ ഗവൺമെന്റ് വളരെ ശരിയായ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. എത്രയോ കേസുകളിൽ ഈ പോലീസ് കേരളത്തിൽ അന്വേഷിച്ച് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കും? ഇപ്പോൾ ജിഷ്ണു പ്രണോയിയുടെ കേസിൽ എടുത്ത പോലെ, അദ്ദേഹത്തിന് അവരുടെ അമ്മ മഹിജ കൊടുത്ത പോലെ, CR ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് അതിപ്പോൾ ഗവൺമെന്റ് വ്യക്തമാക്കണം. അത് സംബന്ധിച്ചുള്ള വിവരം ഇപ്പം എൻ്റെ അടുത്തില്ല. കാരണം ഗവൺമെന്റ് തലത്തിൽ അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടോ, പാർട്ടിയുടെ ഉന്നത നേതൃത്വം അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള വിവരം എനിക്കില്ല. പക്ഷേ ഒരു സാധാരണ പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയിലും നാട്ടിലെ ഒരു പൗരൻ എന്നുള്ള നിലയിലും എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരു ഗവൺമെന്റ് തുടർച്ചയായിട്ട് ആ വരുന്ന കേസുകളിൽ ആ ഗവൺമെന്റിന്റെ പോലീസിന്റെ അന്വേഷണം പോരാ. അത് വേറൊരു ഈ CBIക്ക് തന്നെ എന്ത് വിശ്വാസം. ഇപ്പൊ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ കേരളത്തിലെ ഭരണം സ്വാധീനിക്കും, ഇവിടുത്തെ ഭരണകക്ഷി സ്വാധീനിക്കും എന്നാണെങ്കിൽ CBIയും ഒരു ഭരണകക്ഷിയുടെ കീഴിലല്ലേ, കേന്ദ്ര ഭരണകക്ഷിയുടെ കീഴിലല്ലേ? അങ്ങനെയല്ലേ പഴയ കേന്ദ്ര ഭരണകക്ഷി കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോൾ സുപ്രീം കോടതി അതിനെ കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞത്. കാസർഗോഡ് ജില്ലയിലെ തന്നെ അനുഭവം നിങ്ങൾ നോക്കൂ. 30 വർഷമായി CBI അന്വേഷിക്കുന്ന കേസാണ് പൊയ്നാച്ചി ഹംസ വധക്കേസ്. ഈ ജില്ലയിലെ ഒരു വ്യാപാര പ്രമുഖനായിരുന്നു, വ്യവസായ പ്രമുഖനായിരുന്നു. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന ഒരു കേസായിരുന്നു. ഇപ്പോഴും 1-ാം പ്രതി പാകിസ്ഥാൻ അബ്ദുൾ റഹ്മാനെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 30 വർഷമായി CBI അന്വേഷിക്കുന്നു. ഇവിടെ തന്നെ 2 ബാങ്കുകളിലെ കാവൽക്കാർ, മടിക്കൈ ബാങ്കിലെ നൈറ്റ് വാച്ച്മാൻ നാരായണൻ നായരും അതുപോലെ പനയാൽ ബാങ്കിലെ നൈറ്റ് വാച്ച്മാൻ വിനോദും കൊല്ലപ്പെട്ട കേസുകൾ CBI അന്വേഷിച്ചതാണ്. ഇതുവരെയും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്തോളം നാരായണൻ നായരുടെ വധക്കേസ് അവർ പൂട്ടേനെ ചെയ്തു. വിനോദ് വധക്കേസ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അതേസമയം ഈ ജില്ലയിൽ ഉൾപ്പെടെ നടന്ന ഈ കല്യോട്ടിന് തൊട്ടിപ്പുറത്ത് കുണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവരെ കൊന്നു. അതിലെ പ്രതികളെ ഉൾപ്പെടെ കേരളത്തിലെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്.
ഒരുപാട് ജ്വല്ലറി കവർച്ചകൾ ഈ ജില്ലയിൽ നടന്നു. അതിലെല്ലാം പ്രതികളെ കൃത്യമായിട്ട് ഉണ്ട്. ശരി, ശ്രീ VPP മുസ്തഫ, അത് നേരത്തെയും അല്ല, അതും അറിയാവുന്നതാണല്ലോ. കേരള പോലീസിന്റെ സംവിധാനം എന്തായാലും CBIയുടെ സംവിധാനത്തെക്കാളും മികച്ചത് തന്നെയാണ്. പ്രത്യേകിച്ച് ക്രിമിനൽ കേസ് അന്വേഷണത്തിൽ കേരള പോലീസ് മികച്ചു നിൽക്കുന്നതാണ് CBIയേക്കാൾ. അതറിയാവുന്ന കാര്യമാണ്. CBI ഇവിടെ വലിയ മാഹാത്മ്യമൊന്നും കാണിച്ചിട്ടുമില്ല. പക്ഷേ ഇവിടെ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ പ്രയർ എന്ന് പറയുന്നത്, അവരുടെ അഭ്യർത്ഥന എന്ന് പറയുന്നത് മാനിക്കേണ്ടതാണല്ലോ. ഏത് കോടതിയും അക്കാര്യമേ മാനിക്കുകയുള്ളൂ. ഇപ്പോൾ ഷുക്കൂർ വധക്കേസ് തന്നെ ഉദാഹരണമായി എടുത്താൽ ജസ്റ്റിസ് കെമാൽ പാഷ ആ കേസ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് നടത്തിയ വിധിന്യായത്തിൽ അതിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആ ഉമ്മയുടെ കണ്ണുനീര് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു അന്വേഷണത്തിന് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്ന്. ആ കണ്ണുനീർ കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ ആ കുടുംബത്തിന് പ്രാധാന്യം കിട്ടും. അവിടെ അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് കോടതിയും കേൾക്കുന്ന കാര്യമാണ്. സർക്കാരിന് ആ കുടുംബത്തിൻ്റെ ആവശ്യത്തിനൊപ്പം നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അവിടെ രാഷ്ട്രീയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ CPM നേതാക്കൾ പ്രതികളായി വരും എന്ന മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ അത് വേണ്ട എന്ന് വെക്കുമോ ഇല്ലയോ എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഇപ്പൊ പറയാൻ ഞാൻ ആളല്ല. കാരണം അത് സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ആളുകളുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഒന്നും ബന്ധപ്പെട്ട് അതിലെന്തായിരിക്കും നിലപാട് എന്ന് എനിക്ക് ഈ ചർച്ചയ്ക്ക് മുമ്പായിട്ട് സ്വരൂപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെന്റ് തന്നെ സ്വയം അതിൻ്റെ അന്വേഷണ ഏജൻസിയെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ തുടർച്ചയായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വലിയ നിലയിൽ നിങ്ങൾ തന്നെ മറ്റൊരു തരത്തിൽ മറ്റൊരു അവസരത്തിൽ ഗവൺമെന്റിനെതിരെ ഉപയോഗിക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് അവരുടെ രക്ഷിതാക്കളും ആളുകളും കോടതിയെ സമീപിക്കുമ്പോൾ കോടതി തീരുമാനിക്കട്ടെ. ഈ അന്വേഷണം പോരെങ്കിൽ CBIക്ക് വിടണമോ എന്നുള്ളത്. അങ്ങനെ വിട്ടിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ. നിങ്ങൾ പറഞ്ഞ ഷുക്കൂർ കേസ് ഉൾപ്പെടെ അതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ നാട് കാണുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അനുബന്ധ കുറ്റപത്രത്തിന് എന്താണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഡീൻ പറഞ്ഞ എൻ്റെ പ്രസംഗത്തെക്കുറിച്ചിട്ടുള്ളത് അതാണ് ഈ സംഘർഷത്തിനെല്ലാം കാരണം. ഞാൻ അവിടെ നടത്തിയത് ജനുവരി 7-ാം തീയതി ഒരു പ്രതിഷേധ യോഗത്തിൻ്റെ പ്രസംഗമാണ്. എന്തുകൊണ്ടാണ് ജനുവരി 7-ന് CPMന് അവിടെ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കേണ്ടി വന്നത്? ഇപ്പോൾ നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെ യാതൊരു സംഘർഷവും ഇല്ലാത്ത വളരെ നിഷ്കളങ്കരായ 2 കോൺഗ്രസ് പ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ഈ പീതാംബരനും ആളുകളും പോയി ആക്രമിച്ച് കൊലപ്പെടുത്തി എന്ന മട്ടിൽ വരുമ്പോൾ അവിടെയാണ് എന്റെ പ്രസംഗം കാണിച്ചത് കൊണ്ടുണ്ടായ ഒരു ഗുണം. ഞാൻ കൊല്ലപ്പെട്ടവരെ അപമാനിക്കുന്ന രീതിയിലേക്ക് ആകരുത് താങ്കളുടെ പരാമർശങ്ങൾ. താങ്കളുടെ ഖേദം പ്രകടിപ്പിച്ചതിന് തൊട്ട് പിന്നാലെയാണ് താങ്കളുടെ ഈ പരാമർശം വരുന്നത്. ഈ കൊല്ലപ്പെട്ടവരെയും കൊല്ലപ്പെട്ടവരെ അപമാനിക്കുന്ന രീതിയിലേക്ക് വരുന്നത്. മഞ്ജുഷേ, ഇതൊക്കെ കേട്ടിരിക്കാനുള്ള സഹിഷ്ണുത എന്ന് പറയുന്നത് ഇതൊന്നും ശരിയല്ലത്. നിങ്ങൾ ഇങ്ങനെ ഇയാളെയൊക്കെ പിടിച്ച് പോലീസിലേപ്പിക്കുക വേണ്ടത്. എന്താണ് അപമാനിച്ചു എന്ന് പറയുന്നത്? എന്താണ് അപമാനിച്ചു എന്ന് പറയുന്നത്? ഒന്നുകിൽ സംസാരിക്കാൻ അവസരം തരണം, അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടിയിട്ട് എന്റെ പാകിസ്ഥാനിലേക്ക് കെട്ടിടത്തിക്കണ്ടാണെങ്കിൽ അത് കെട്ടിടത്തിക്കണം. നിങ്ങൾ എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? താങ്കൾ എപ്പോഴും ഈ പാകിസ്ഥാൻ പരാമർശം പറയാതെ താങ്കൾക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ അപമാനിക്കുന്ന രീതിയിലാണ് താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇവർ വിശുദ്ധരാണ് എന്ന രീതിയിലുള്ള പരാമർശമാണല്ലോ താങ്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്താണ് ഞാൻ മഞ്ജുഷ, ഞാൻ എന്താണ് ഇപ്പൊ അപമാനിച്ച വാചകം? മഞ്ജുഷ എന്താണ്? താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ ഈ കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കുവാനാണ് താങ്കളോട് പറഞ്ഞത്. കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കണമെന്നാണ്. മുഴുവൻ കാര്യങ്ങളും ശരിയായിരുന്നു. താങ്കൾ അല്ലല്ല, ഒറ്റ കാര്യമുള്ളൂ മഞ്ജുഷ, ഒരു മിനിറ്റ് തന്നാൽ മതി. അതായത് ഇദ്ദേഹം പ്രസംഗിച്ചത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ആ കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരും മോശക്കാരായിരുന്നുവെന്നും സാമൂഹ്യ വിരുദ്ധരായിരുന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. ഇത്രമാത്രം മനുഷ്യത്വരഹിതമായ ഒരു പ്രസ്താവന, അല്ലല്ല, മനുഷ്യത്വരഹിതമായ ഒരു പ്രസ്താവന. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ മുസ്തഫ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എങ്ങനെ അപമാനമാകുന്നത്? അതുകൊണ്ടല്ലേ സംഘർഷം ഉണ്ടായത്. നിങ്ങൾ വെറുതെ ഇങ്ങനെ നിങ്ങൾക്ക് അവരെ കുറിച്ച് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. അല്ല, തല തെറിപ്പിക്കണമെന്ന് താങ്കൾ പറഞ്ഞതും അവരെ കുറിച്ച് തന്നെയാണ്. എന്നിട്ട് താങ്കൾ അതിൽ മതം ആരോപിക്കുകയാണ്. തല തെറിപ്പിക്കണമെന്ന് പറഞ്ഞതും അവരെ കുറിച്ച് തന്നെയാണ്. VPP മുസ്തഫ, താങ്കളെ ചോദ്യം ചെയ്യാത്തത് എന്താണ്? താങ്കളെ കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്താണ് എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. അതിന് മാതൃഭൂമിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കളെ കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്താണ്? താങ്കളെ ചോദ്യം ചെയ്യാത്തത് എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. താങ്കളുടെ പരാമർശം അത്രയ്ക്കും കട്ടിയുള്ളത് തന്നെയായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയട്ടെ, എനിക്ക് പറയാൻ സമയം തരുമോ?
എനിക്ക് പറയാൻ സമയം തരുമോ? ഇനിയും സമയം വേണോ? താങ്കൾ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, സമയം വേണമല്ല, സമയം തന്നിട്ടില്ല. നിങ്ങളെല്ലാം കയറി ഇടപെടുകയാണ് ചെയ്തത്. ഞാൻ ഏതാ പറഞ്ഞോളൂ. ഹലോ, ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. എൻ്റെ പ്രസംഗത്തിലെ നിങ്ങൾ കാണിച്ച 2 വരികൾ മാത്രമല്ല ഉള്ളത്. ഞാൻ CPIM-ന്റെ മാറിയ മുഖം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വർഗ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിൽ ഒരു പുതിയ ദിശയും ബോധവും ഉണ്ടാക്കാൻ കഴിഞ്ഞ 3-4 വർഷമായി CPIM പ്രവർത്തിക്കുന്നു. അതിന്റെ ഭാഗമായി ജീവകാരുണ്യ മേഖലയിൽ, പാലിയേറ്റീവ് കെയറിൽ, അതുപോലെ ജൈവകൃഷിയുടെ മേഖലയിൽ, പിന്നെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, ഇങ്ങനെ തുടങ്ങി CPIM മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഇതിലാണ് ഞങ്ങൾ ഊന്നുന്നത്. ഞങ്ങൾക്ക് ചൊറിയാനും മാന്താനും ഒന്നും താല്പര്യമില്ല. പഴയ രാഷ്ട്രീയ ശൈലി മാറുകയാണ്. കേരളത്തിൽ എല്ലാവരും മാറണം. ഇതൊക്കെ പറഞ്ഞിട്ട് കല്യോട്ട് തുടർച്ചയായി CPM-ന് നേരെ നടന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളിൽ ഈ ജനുവരി 5-ാം തീയതി നടന്ന പീതാംബരനും സുരേന്ദ്രനുമെതിരെ നടന്ന പ്രതിഷേധം, ആക്രമണം ഉൾപ്പെടെ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇതാണ് എൻ്റെ പ്രസംഗത്തിലെ വാചകം. ഞങ്ങൾ ക്ഷമിക്കുന്നു എന്നാണ്. ഞങ്ങൾ പാതാളത്തോളം ക്ഷമിക്കുന്നു എന്ന അടുത്ത വാചകം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ പാതാളത്തിൽ ക്ഷമിച്ച് കിടക്കുന്ന ഞങ്ങൾ ഇനിയും ചവിട്ടാൻ വന്നാൽ ഞങ്ങൾക്ക് പാതാളത്തിൽ നിന്ന് മേലോട്ട് വരണം. ആ വാചകം ആണ് പ്രയാസം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വാചകം ഇപ്പോ 1.5 മാസത്തിന് ഇപ്പുറത്താണ് സംഭവം ഉണ്ടായത്. പക്ഷെ അതിന്റെ പേരിലാണ് ഈ ദൗർഭാഗ്യകരമായ കൊലപാതകം ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുകയാണെങ്കിൽ എൻ്റെ ആ പ്രസംഗത്തിലെ 2 വാചകം ഏറ്റവും അവസാനം ഈ പീതാംബരനെ ആക്രമിച്ചതും ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. അതിന് പ്രതികാരം ചെയ്യണമെന്നല്ല പറഞ്ഞത്. പീതാംബരനെ അടിച്ച സംഭവത്തിലും ഞങ്ങൾ ക്ഷമിക്കുന്നു, പക്ഷെ ഇനിയും ചവിട്ടാൻ വരരുത്, ഞങ്ങൾ പാതാളത്തോളം ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ പ്രസംഗത്തിലെ ആ വാചകത്തിൽ ഉണ്ടായ വിഷമവും അത് മരണപ്പെട്ടവരുടെ കുടുംബത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയ അഭ്യുദയാകാംക്ഷികളെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിർവ്യാജമായ ഖേദമാണത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ ഇടപെടുകയാണ്. ഡീലിലേക്ക് വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഡീലിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരുന്നതാണ്.